പാലപ്പൂ വിതൽ എന്ന് പറയുന്നത് ശരസാറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമുക്ക് ബാത്റൂം സിംഗേഴ്സിന് പാടാൻ പറ്റുന്ന പാട്ടാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു സോപ്പും കൂടെ തേച്ച് കുളിക്കാൻ പറ്റുന്ന പാട്ടാണെന്ന് സാറ് പറയാറുണ്ട്. സോപ്പ് തേച്ച് കുളിക്കാൻ പറ്റുന്ന പാട്ട്. സത്യത്തിൽ അത് പാട്ട് അത്ര ഈസി അല്ല ശരിക്കും പറഞ്ഞാൽ. അതാണ് അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഇതെപ്പോഴും ഹരീഷ് പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈസി ആയിട്ട് കരുതുന്ന പലതും ഈസി അല്ല. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ശരത്തേട്ടന്റെ പാട്ട് എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമാണ്, ശരത്തേട്ടന്റെ പാട്ടുകളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പാട്ടാണ് പാലപ്പൂതൽ പറയും. പക്ഷെ അല്ല, അത് പാടി നോക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രോഗ്രാമിന് ഇതേപോലെ ഈ പാട്ട് ഇറങ്ങി ഹിറ്റായ സമയത്ത് ഞാൻ പാടാനായിട്ട് അന്ന് ഡ്യുവറ്റായിട്ട് പാടുമായിരുന്നു ഈ പാട്ട്. അപ്പം ആ സിംഗറിനോട് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞു ഇതൊന്ന് പഠിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞു. അപ്പൊ കേൾക്കുമ്പോൾ ഈസി ആണല്ലോ. അപ്പൊ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. സ്റ്റേജിൽ വന്നു പ്രോഗ്രാമിന്റെ ആ സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചാൽ പാട്ട് നോക്കിയല്ലോ അല്ലേ എന്നാണ്. അല്ല ഞാൻ ഇപ്പൊ പഠിച്ചോളാം, അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പനെ ഇത് ഈശ്വര ഇത് എങ്ങനെ അതേപോലെ തന്നെ ആ പാട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ആ കുട്ടിക്ക് പാടാൻ ബുദ്ധിമുട്ടായി. അപ്പൊ ഞാൻ പറഞ്ഞാൽ അത് ആ കുട്ടിയുടെ കുഴപ്പമില്ല, അത് ഈസിനെസ് തോന്നും ആ പാട്ടിന്. പക്ഷെ ഒരുപാട് ന്യൂആൻസസ് ആ പാട്ടിലുണ്ട്. അത് ശരത്തേട്ടനും അറിയാം. നമ്മള് ഹരീഷ് എപ്പോഴും പറയും, നമ്മുടെ രവീന്ദ്ര മാഷിന്റെ പാട്ടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഹരിമുരളി രവമാണ് നിങ്ങൾ, പക്ഷെ നിറങ്ങളെ ഒന്ന് പാടി നോക്കൂ എന്ന് ഹരീഷ് പറയാറുണ്ട്. അതേപോലെയാണിത്. അയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാട്ട്. പാലപ്പൂ. പിന്നെ മകരമഞ്ഞു പെയ്തു തരളമാം കറുക നാമ്പുണർന്നു, പ്രണയമാം പിറാവേ എവിടെ നീ കനവു പോൽ മറഞ്ഞു, അത്തിക്കൊമ്പിലൊരു മൺകുടു തരാം, അറ്റം കാണാവാനം നിനക്കു തരാം, കുറുകൂ കാതിൽ തേനോലും നിൻമൊഴികൾ, പാലപ്പൂവിതളിൽ വെണ്ണില പുഴയിൽ ലാസ്യമാർന്നണയും സുരഭിരാത്രി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ട് കേട്ടോ. ശരിക്കും ആ സീന് അവിടെ നിർത്തിക്കുക നമ്മള്. അങ്ങനെ ആ ഷോക്കായി. ബാക്കി ഷോക്ക് ഇങ്ങനെ തുടർന്നത് പിന്നെ വേറൊരു ഷോക്കായിട്ട് മാറി. പിന്നെ ഇത് ഷോ കഴിഞ്ഞപ്പം ഞങ്ങളൊരു 1 month നീണ്ട ഒരു ഷോ ആയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഇങ്ങോട്ട് ഞാൻ ചോദിച്ചു അതെങ്ങനെയാ അതിലൊരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അത് ശരിയാവണില്ലല്ലോ, സിങ്ക് ആവുന്നില്ലല്ലോ. അതിന്റെ ചെറിയ പ്രശ്നം വെച്ചാല് നമ്മള് ഈ ഖത്തർ എയർവേസ് ആയിരുന്നു, അത് പറയണം, പറയാതെ പറ്റില്ല. അപ്പം നമ്മളെ ട്രാവൽ മുഴുവൻ അവരാണ്, എല്ലാം ഖത്തർ എയർവേസിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ ദോഹയിൽ വന്നിട്ട് വേണം അടുത്ത ഫ്ലൈറ്റ് വരാൻ. അപ്പോൾ ദുബായിക്ക് പോകണമെങ്കിലും ഖത്തറിൽ വന്നിട്ട് വേറെ ഒരു കൺട്രിയിൽ നിന്ന് ദുബായിൽ വന്ന് ഖത്തറിൽ വന്നിട്ട് വേണം ഇപ്പുറത്തേക്ക് വരാൻ. അപ്പം ഇങ്ങനെ വന്ന ഒരു സമയത്ത് ഒരു ഫ്ലൈയിൽ ഇതേപോലെ ഞങ്ങളെല്ലാവരും ഇറങ്ങി, അതായത് ഖത്തറിൽ ഇറങ്ങി ഞങ്ങളെല്ലാവരും തിരിച്ചു. ഒരു വലിയ ഗ്രൂപ്പായിരുന്നു കേട്ടോ, ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഡാൻസേഴ്സും അതേപോലെ തന്നെ മിമിക്രി ഉണ്ടായിരുന്നു, പാട്ട് വേറെ തന്നെ സെക്ഷൻ ഉണ്ടായിരുന്നു, പാട്ടിൽ തന്നെ ഡിഫറെൻറ്റ് ജോണേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇറങ്ങി, എല്ലാവരും മീൻസ് നമ്മുടെ കുട്ടപ്പൻ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, വിജയ കുട്ടപ്പൻ ചേട്ടൻ. അപ്പം ഇവര് 5 പേര് 6 പേര് 5 പേരുണ്ടായിരുന്നു. ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ ഒരാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ഫ്ലൈറ്റ് കയറാനായപ്പോഴത്തേക്ക് ഒരാളുണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നു. കുട്ടപ്പൻ ചേട്ടൻ ഇയാളെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നോക്കുമ്പം എന്താണ് സംഭവം നോക്കുമ്പോൾ കുട്ടൻ ചേട്ടൻ എന്താ മക്കളെ, കുട്ടൻ ചേട്ടൻ പറഞ്ഞു കൂടെയുള്ള പിള്ളേരോട് നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ച് ഈ കൊച്ചിനെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോന്നോ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ സവിജേനെ മാത്രം അവിടെ പിടിച്ചു വെച്ചു വരും. എന്തൊരു സംഭവം അത്, അവരെന്തോ ഇന്തോനേഷ്യൻ കാര്യാന്ന് വിചാരിച്ചിട്ട് പിടിച്ചു നിർത്തിയത്. അങ്ങനെ എന്താ സംഭവം, ഇത് ബോംബ് വെച്ചിട്ടുണ്ട് എന്താ സംഭവം, അതേ സംഭവം പിടിച്ചു വെച്ച് കരച്ചിലായി. ആ കരച്ചിൽ വളരെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോഴാണ് ഞാൻ സവിജേനെ കാണുന്നത്, ശ്രദ്ധിക്കുന്നത്. കാരണം അത്രയും വലിയ ഗ്രൂപ്പല്ലേ. അപ്പം നമ്മൾ മ്യൂസിക് സെക്ഷന് കുറച്ച് ആൾക്കാരുണ്ട്, അവരായിട്ട് ഇങ്ങനെ പോവാണ് എന്തൊക്കെയാണ്. ഇങ്ങനെ വന്നപ്പോൾ അപ്പോൾ ഞാൻ കണ്ടു, ശരി ഓക്കെ ഇതാണ് സവിജ. ഓക്കെ അങ്ങനെ വന്ന് അടുത്ത ഫ്ലൈ ചെയ്തപ്പം ആക്സിഡൻ്റലി എൻ്റെ അടുത്താണ് സവിജ ഇരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്വാഭാവികമായിട്ടും സംസാരിച്ച് അപ്പോൾ എനിക്ക് സവിജയോടെ ഒരു ഇഷ്ടം. അന്ന് ആ സമയത്ത് എനിക്കൊരു 28 years, ആ സമയത്ത് ഞാൻ കല്യാണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അങ്ങനെ ഉണ്ട് കേട്ടോ, അതുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പാട്ടുണ്ട്, അത് അതിലേക്ക് വരണം. അതിലേക്ക് വരണം, വെയിറ്റ് വരാം നമുക്ക്. അതിനിടയ്ക്ക് ഒരു സബ്ജയുടെ ബർത്ത്ഡേ വന്നു. ആ ബർത്ത്ഡേ വന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ അതിന് ശേഷമാണ്, ഈ സംഭവത്തിന് ശേഷമാണ് അതൊക്കെ. അപ്പൊ എല്ലാവരും നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഒരു കുറ്റബോധം, എന്നെ അന്ന് ഒറ്റയ്ക്കാക്കിയല്ലോ. അതെ, അപ്പൊ എല്ലാവരും കൂടെ സെലിബ്രേഷൻ ആഘോഷിക്കാം. അപ്പൊ ആ സെലിബ്രേഷനിൽ നോക്കുമ്പോൾ എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നു, ഭയങ്കര സംഭവം. ഞാൻ ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞു ഞാനൊരു പാട്ട് പാടാം. ഏത് പാട്ടാണ് എന്ന് ചോദിച്ചത്. ഏത് പാട്ട്? അപ്പൊ അത് പാടാം, അത് കേൾക്കണം, എപ്പോഴും കേൾക്കണം, കുളിര് വരണം. ഓക്കെ. പിന്നെയും പിന്നെയും ആരു കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻവേണൂതുന്ന മൃദുമന്ത്രണം, പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ. അപ്പോൾ ശരിക്കും വിദ്യാസാഗർ സാറിനും ഗിരീഷ് പുത്തഞ്ചേരിക്കും ഒക്കെ പങ്കുണ്ട്. ഞാൻ വിദ്യാസാഗർ സാറ് വന്നപ്പോൾ ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾ പറഞ്ഞു, ഇത് പറഞ്ഞു സാർ ഞങ്ങളുടെ പ്രണയം തുടങ്ങിയത് ഈ പാട്ടിലാണ്. അതെ, ഇനി ആ പാട്ട് അവിടെ പാടി ബാക്കി ഇവിടെ പറയാം. പാടി തന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവരെല്ലാവരും പോയി. സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു അടിപൊളിയായിരുന്നു, എല്ലാവരും കൂടെ വന്ന് എല്ലാവരും എൻജോയ് ചെയ്തു, കേക്ക് കട്ട് ചെയ്യുന്നു. അപ്പോൾ അല്ല നിഷാദേട്ടൻ്റെ പാട്ട്. ഞാൻ പറഞ്ഞു അത് അടിപൊളി, നിനക്ക് വേണ്ടി പാടി തന്നതാണ്. ഞാൻ പറഞ്ഞു ശരി. അപ്പോഴും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല നമ്മൾ. അത് കഴിഞ്ഞ് ഷോ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം നേരത്തെ മടങ്ങുകയായിരുന്നു, കാരണം PGക്ക് അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോഴാണ് പറയുന്നത് എനിക്കിങ്ങനെ ഒരു ഇഷ്ടമുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് ചോദിക്കാം. കല്യാണം കഴിക്കാനാണ്, അല്ലാതെ ഒന്നല്ല. എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, എനിക്കിഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം എന്നുണ്ട്. മാന്യനാണല്ലോ അല്ലേ? ഭയങ്കര മാന്യനായിട്ടുള്ള കാമുകൻ. ദുർദ്ദേശത്തോടു കൂടി മൊത്തം ക്രിയേറ്റ് ചെയ്ത് പാട്ടും പാടി കൈവശപ്പെടുത്തി എല്ലാം ചെയ്തിട്ട് മാന്യമായിട്ട് ഞാൻ കല്യാണം കഴിച്ചു. മാന്യമായിട്ടുള്ള പരിപാടിയൊന്നുമല്ല. അങ്ങനെ അപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? പറഞ്ഞു വീട്ടിൽ വന്ന് ചോദിച്ചോളൂ. അപ്പൊ എനിക്കറിയാം വീട്ടിൽ ചോദിച്ച സമ്മതിക്കില്ല. ഓ വീട്ടിസ്റ്റ് സമ്മതിക്കില്ല, അതെനിക്കറിയില്ല. വീട്ടിൽ ചോദിച്ചാൽ സമ്മതിക്കില്ല എന്നുള്ള എനിക്കറിയില്ല, കാരണം എനിക്കറിയില്ലല്ലോ ആരും. അപ്പൊ മനസ്സിൽ അങ്ങനെയായിരുന്നു, പക്ഷെ ഇഷ്ടമുണ്ടായിരുന്നു. കാരണം ആ ഒരു ഗ്രൂപ്പില് അത്രയും ഡീസെന്റ് ആയിട്ട് നമ്മളോട് പെരുമാറുന്ന രീതി, അത്രയും റെസ്പെക്റ്റോടെയാണ് ഞങ്ങൾ ഓരോരുത്തരോടും പെരുമാറിയിരുന്നതൊക്കെ. അപ്പൊ നമ്മൾ പൊതുവെ ഇങ്ങനെ ഒരു സംസാരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു എടി നല്ലൊരാളാണ് കേട്ടോ. എന്തെങ്കിലും പാട്ടൊക്കെ പാടി കൊടുത്ത് കൈവശം കൊടുത്തോന്ന് അറിഞ്ഞൂടാ, എന്തായാലും കുഴപ്പമില്ല, അത് ഇനിയേ വെളിപ്പെടുത്തോളൂ. ട്രേഡ് സീക്രട്സ് നമ്മൾ പറയില്ല. എന്നിട്ട് അവര് സപ്പോർട്ട് ചെയ്തു. അപ്പൊ അവര് പറഞ്ഞു കണ്ടിടത്തോളം നല്ലൊരാളാണ്, പിന്നെ നിന്റെ ഇഷ്ടം, നീ ആലോചിച്ച് തീരുമാനിക്കുന്നു. നിങ്ങൾ ഇൻവെർട്ടഡ് കോമ ശ്രദ്ധിച്ചില്ല, കണ്ടിടത്തോളം പോട്ടെ, അത് കുഴപ്പമില്ല. കണ്ടാ കൊള്ളാം, കാണാനേ കൊള്ളാം, പാട്ടും കൊള്ളാം. ആ ഷോസിലെ എല്ലാ സ്റ്റേജിലും പാടിയിരുന്ന ദുനിയാക്കേ രഖ്വാലെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് അങ്ങോട്ട് അതിൻ്റെ ഒരു എൻഡിങ് വരുമ്പോഴേക്കും ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ ബാക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്, പക്ഷെ ആ ബാക്ക് സ്റ്റേജിലുള്ള ഫീൽ ഞാൻ പറയാം ശരിക്കും നമുക്ക് ഇങ്ങനെ രോമ എണീറ്റിട്ട് ആ ഒരു ഫീലാണ് ആ പാട്ടിൽ. ഇപ്പൊ ഞാൻ ഈശ്വര ഇത്രയും നന്നായി പാടുന്ന ഒരാളോ. ലൈവ് കേട്ടാലുണ്ടല്ലോ പിന്നെ നമ്മള് ഫ്ലാറ്റ്. ഈ മനുഷ്യൻ ലൈവ് പാടുന്നതിൽ ഒയ്യോ വേറെ ലെവലാണ്. സാർ ഇടയ്ക്ക് പുകഴ്ത്തണോ ആലോചിച്ച് നോക്ക്. ശരത്തേട്ടൻ അത് സത്യമാണ്. ശരത്തേട്ടൻ അങ്ങനെ ഒരു കമന്റ് പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. ഞാൻ പറയുന്നത് എനിക്ക് ഒരു വലിയ ഒരു അംഗീകാരം കിട്ടിയ, അതായത് ഒരു അവാർഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന ക്ലീശ ആയി പോണെങ്കിലും പോലും ഒരു വലിയൊരു അവാർഡ് തന്നെയാണ് അത്.